ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലേഷ്യയിലാണ് കേട്ടോ. ഞാൻ എന്താ മലേഷ്യയിൽ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് വയ്യായിരുന്നു. പപ്പയ്ക്ക് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഡിക്ലൈനിങ് ആയിരുന്നു. അപ്പം പപ്പേനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും പറയാണ്ട് മീൻസ് ഹസ്ബൻഡിനും എൻ്റെ പിള്ളേർക്കും അറിയാം. അതിലാണ് നാട്ടിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലോ ഹസ്ബൻഡ് വീട്ടിലോ എൻ്റെ ബ്രദറിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പറയാണ്ടുള്ള യാത്രയാണിത്. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം, പിന്നെ എത്രയും നേരത്തെ പപ്പേനൊന്ന് കണ്ടിട്ട് പോരാമെന്നുള്ള രീതിയിലായിരുന്നു. ലീവിന് വേണ്ടി കുറേ ശ്രമിച്ചായിരുന്നു, പക്ഷേ ലീവ് കിട്ടി, ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. കിട്ടിയ ടിക്കറ്റ് ആണെങ്കിലോ മലേഷ്യയിൽ ഒരു ദിവസം നിൽക്കണം. ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യണ സമയത്ത് നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ട്രാൻസിറ്റ് ആയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ്. അങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അവർ പറഞ്ഞു. 1 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് 4:45 ഞങ്ങൾക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ലേറ്റായി. അങ്ങനെ അവസാനം മലേഷ്യയിൽ വന്നപ്പോൾ അവർ നമുക്ക് മെർക്കുറി എന്നുള്ളൊരു ഹോട്ടലിൽ അക്കോമഡേഷൻ തന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനുള്ള വൗച്ചറും തന്നു. പിന്നെ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് ട്രാവലിങ്ങിനുള്ള ഒരു കൂപ്പണുണ്ട്. അതുപോലെ തന്നെ 30 ദിവസത്തേക്കുള്ളൊരു വിസ അടിച്ചു. നമ്മൾ ഫാമിലിയായിട്ട് വെക്കേഷനൊക്കെ വരികയാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നമുക്ക് മലേഷ്യക്ക് ഒന്ന് കറങ്ങി പോവാം. ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു 1 ഡേ ആൻഡ് നൈറ്റും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പോണ സമയത്ത് കുറച്ച് പാടാണ്. നമുക്ക് ആ സമയം നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും, അത് ഞാനാണെങ്കിൽ ജസ്റ്റ് 6 ദിവസത്തേക്ക് വേണ്ടി പോയത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മലേഷ്യയിൽ പോയി. അപ്പം തന്നെയാണ് വന്നത്. ആരും കൂട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പിള്ളേരൊക്കെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും സെപ്പറേറ്റ് റൂമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലോൺലി ഫീലിംഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, ഉറങ്ങാനും പറ്റില്ല. വെളുപ്പിന് 2 മണിയായപ്പം റൂമിനകത്ത് വന്നതാണ്. ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. ജെറ്റ് ലാഗിൻ്റെ ആയിരിക്കും തോന്നുന്നു. തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോയി കുളിച്ച് ഇവിടെ ഞാൻ റൂം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം തലമുടിക്ക് നന്നായി ഒന്ന് ഉണക്കി എന്നിട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചേ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ എനിക്കും സമയം പോവും. ഞാനും ഇങ്ങനെ കുറേ ചിന്തിച്ചിരിക്കില്ല, തന്നെയാണെന്ന് തോന്നുമില്ല. നമ്മളോട് ഇങ്ങനെ സംസാരിക്കണ പോലെ ഒരു ഫീല് തോന്നുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂസിലാൻഡിൽ സമയത്തിൽ ഓൾറെഡി പിള്ളേർ സ്കൂളിൽ പോയി. അപ്പോൾ അവർ പോണതിന് മുന്നേ അവരെ ഒന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ പോന്നു കഴിഞ്ഞപ്പം മാവട്ടിക്ക് ചെറിയൊരു വിഷമമുണ്ട്, പൊന്നസിനുണ്ട് വിഷമം. പൊന്നസിന് അങ്ങനെ നമ്മുടെ അടുത്ത് പറയില്ല, എനിക്ക് വിഷമമായാലും വെച്ചിട്ട് അവനങ്ങനെ പറയില്ല. അപ്പം ഞാൻ അവരൊന്ന് വിളിച്ചു, അവരെന്താ കഴിച്ചതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എഴുന്നേറ്റാണ് കുളിച്ച് ഡ്രസ്സ് നമ്മൾ ഒരു ഇതിട്ടിട്ടാണ് ഞാൻ വന്നത്. ജസ്റ്റ് ഒരു ഹുഡിയും കൂടി ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നത് നന്നായി. കാരണം എനിക്കിത് ഫസ്റ്റ് ടൈം അല്ല ഈ മലേഷ്യൻ എയർലൈൻസിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവണേ, സെക്കൻഡ് ടൈമാണ്. അപ്പം നിൻ്റെ ഏട്ടനോട് പോകുന്നപ്പോഴേ പറയുന്നത്, നീ ഒരെണ്ണെടുത്ത് വെച്ചു ഡ്രസ്സ്, എങ്ങാനും ഫ്ലൈറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ എന്നുണ്ട്. ഭാഗ്യത്തിനടുത്ത് വെച്ചായിരുന്നു, അത് കാര്യമായി. അപ്പം എല്ലാവർക്കും ന്യൂസിലാൻഡ് ഐ ഫാമിലിയുടെ അടുത്തൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഹോം ടൂർ പോലെ കാണിച്ചു തരാം. എനിക്കും നേരം പോകണ്ടേ, അപ്പം നിങ്ങൾക്കായാലും കാണുന്നവർക്കായാലും ഒരു രസം. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 6:55, 7 മണി ആവണേ ഉള്ളൂ. എനിക്ക് ഉറക്കം വരാത്ത കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ നിങ്ങൾക്ക് പുറത്ത് ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാവേ. അവിടെ ഒരു പെട്ടെന്ന് പേടിച്ചു പോയി. അവിടെ ഒരു ചെറിയൊരു പേപ്പറിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എന്തോ ഫോൺ നമ്പറോ എന്തോ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ പതുക്കെ 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 നീങ്ങി നിലത്ത് വീണു. ഞാനൊന്ന് ഞെട്ടി, സാരമില്ല. അപ്പം ഞാൻ പുറത്തത്തെ എന്താണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, അതുപോലെ എന്താണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം, ഇപ്പം ഡാർക്കാണോ അത് ലൈറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇപ്പം നേരം വെളുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അകലേന്ന് നോക്കുമ്പോൾ
ചെറുതായിട്ടൊരു, പക്ഷെ ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു തോന്നിയായിരുന്നേ. നമുക്കിനി അവിടെ നിന്ന് തണുപ്പിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കോട പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് നേരെ വെളുത്ത് വരുന്നു. ഇഷ്ടംപോലെ വണ്ടി, നല്ല രസമുണ്ടല്ലേ ഇവിടെ. ഇങ്ങനെ എവിടെ വെച്ചിട്ടായിരുന്നു നമ്മളിപ്പം, ഞാൻ മൂന്നാറിൽ പോയാലും ഇപ്പം എവിടെയാണെങ്കിലും എവിടെ പോകണമെങ്കിലും നമ്മളിങ്ങനെ ജനലിലേക്കൂടെ മോളിൽ നിന്നൊക്കെ വിളിക്കുന്ന ആ ഒരു രസം അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ഡൈനിങ് ടേബിൾ, അതിൽ 4 ചെയർ, ഒരു സോഫ സെറ്റി, ഒരു കുഞ്ഞു TV, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു റൂം എനിക്ക് വേണ്ടി മാത്രമായിട്ട് തന്നേക്കുന്നതാണ്. എന്നിരുന്നാലും നമുക്കൊരു ഫുൾ ഫാമിലിക്ക് ഇത് ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സാധനം നിലത്ത് വീണമെന്ന്, അതാണ് ആ കിടക്കണതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫ്രിഡ്ജ് കാണാം. ഫ്രിഡ്ജിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് 2 കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. വേറെ ഒന്നും കാര്യമായിട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം. കെറ്റിലുണ്ട്, അതുപോലെ തന്നെ അവിടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ 3 കബോർഡുകളുണ്ട്. അതിനകത്ത് ഫസ്റ്റിനകത്ത് നമുക്ക് കാണാം, നമുക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ നമുക്ക് കുടിക്കാം. നമുക്കതിന് സെപ്പറേറ്റ് പേ ഒന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് പ്ലേറ്റുകൾ കാണാം. അതിൻ്റെ അടിയിൽ ഒരു കബോർഡും ഉണ്ട്. അതിൽ കണ്ടോ, നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ടേക്കണ ചെരുപ്പും ഇവിടുത്തെയാണ് കേട്ടോ. ഒന്നിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇവിടെ കേട്ടോ, ഇവിടെയുണ്ട് നമുക്ക് പാത്രങ്ങൾ. നമുക്കിപ്പം അരിയൊക്കെ വയ്ക്കണമെങ്കിൽ അരി വാർക്കാനുള്ള പാത്രം വരെ ഉണ്ട്. ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സംഭവമുണ്ട്. മെയിനായിട്ടും കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരുമ്പോൾ നമ്മളിതുപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലല്ലോ വരുന്നത്. നമുക്കിതുപോലെ ഫ്ലൈറ്റ് ഡിലേ ആവും, നമ്മുടെ ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, ഒന്നും നമുക്കറിയില്ല. അവർക്ക് നമ്മൾ അധികം ഡ്രസ്സ് കരുതിയിട്ടില്ലെങ്കിൽ നമുക്കായാലും നമുക്ക് വാഷ് ചെയ്യാം, സെയിം ടൈം ഡ്രൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് റൂമിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതൊരു ചെറിയ റൂമും, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ചെറിയൊരു റൂം, ഒരു സിംഗിൾ ബെഡാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ടേബിളും ചെയറും, പിന്നെ ഒരു കബോർഡ്. നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇവിടെയുണ്ട്, ഇതൊരു സിംഗിൾ ആൾക്കുള്ളതല്ലേ, അപ്പോൾ ഇവിടെയുണ്ട് നമുക്ക് വേണ്ടി ഒരു ചെരുപ്പ്. ഇവിടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു റൂം കേട്ടോ. അങ്ങനെ ഒരു റൂം കഴിഞ്ഞു, നമുക്ക് അടച്ചിട്ട് പോവാം. അങ്ങനെ പോയി വരുമ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്ററീസ് എല്ലാം തന്നിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇതുണ്ട്. അതിനകത്ത് നമുക്ക് ബ്രഷ്, പേസ്റ്റ്, ബഡ്സ്, കോട്ടൺ പാഡ്, ചെറിയ സോപ്പ്, ചീപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ഡ്രൈ ചെയ്തത്. അതുപോലെ ഒരു ഷവർ റൂമും ടോയ്ലറ്റും. ഈ ടോയ്ലറ്റിനകത്ത് പ്രത്യേകിച്ച് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കണ്ടോ, ഇത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇരുന്നിട്ട് ഇവിടെ സാധാരണ ഇപ്പം ന്യൂസിലാൻഡിലാണെങ്കിലും ഹാൻഡ് ഷവർ ഇല്ല. ഇവിടെ ഞാൻ ഹാൻഡ് ഷവർ കണ്ടില്ല, പകരം ഇതാണ് വെച്ചേക്കണവർ. അപ്പം നമ്മളിത് പ്രസ് ചെയ്യുമ്പം ഇതിനകത്ത് നമുക്ക് പ്രഷർ കൂട്ടാം വെള്ളത്തിൻ്റെ. അപ്പം വെള്ളം തന്നെ വരും. അപ്പം നമുക്ക് ഹാൻഡ് ഷവറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ടോയ്ലറ്റിൽ നമ്മൾ ഇറങ്ങി. അങ്ങനെ നെക്സ്റ്റ് കാണുന്നതാണ്, ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് കേട്ടോ. ഇതൊരു ഡബിൾ ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക്, ഞാൻ വന്നപ്പം എൻ്റെ ഷൂ അവിടെ ഊരിയിട്ടേക്കണു, എൻ്റെ ഡ്രസ്സുകൾ ആ ബാഗിനകത്ത് നിന്നെടുത്ത് എല്ലാം പുറത്തേക്ക് ഇട്ടു. ഇവിടെയാണ് നമ്മൾ കിടന്നത്. ഇതൊരു ഡബിൾ ബെഡ്റൂമാണ്. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ബെഡാണ്. എനിക്ക് സാധാരണ നടുവേദനയുള്ള കാരണം കൊണ്ട്, പക്ഷേ എനിക്ക് ഇതിനകത്ത് കിടന്നിട്ട് വലിയ നടുവേദനയൊന്നും വന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സേഫ്റ്റിക്ക് വെക്കാനായിട്ട് നമുക്ക് നമ്പർ ലോക്കൊക്കെ വെച്ചിട്ട് ഒരു സേഫ് ബോക്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ നമ്പർ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു അയൺ ബോക്സും അതിൻ്റെ ഒരു കുഞ്ഞു ടേബിളുണ്ട്. അത് നമുക്ക് വലിച്ച് ഇങ്ങോട്ട് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരിക്കണത് ഒരു മിററിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ക്രീമൊക്കെ തേക്കാം, കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ക്രീമൊക്കെ ഒന്ന് തേക്കാം. ഞാനൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഇതല്ല ഞാൻ ഉപയോഗിക്കണത്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പമ്പ് പോലത്തെ ഒരു ക്രീമാണ്, മോയ്സ്ചറൈസിങ് ക്രീമാണ്. പക്ഷെ അതിൻ്റെ അടപ്പ് പോയി. അപ്പോൾ ഇത് നിൻ്റെയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതായിരുന്നു. അപ്പോൾ ഞാനത് നിൻ്റെയായിട്ട് എടുത്തുകൊണ്ട് വന്നത്. നിൻ്റെയായിട്ട് ഇപ്പോൾ വേറെ ഉപയോഗിക്കണേ. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ, ഒരു കുഞ്ഞ് പൊട്ട്, പിന്നെ ഇത് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാനിത് ഈ കളർ, ഇത് ഭയങ്കര റെഡാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ
നമ്പർ 21 ബോൾഡ് വൈൻ എന്നുള്ള കളറാണ്, നല്ല ഡാർക്ക് റെഡാണിത്. പക്ഷെ ഇത് ഞാൻ മെയിനായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ലിപ്പിലിടാറുണ്ട്, പക്ഷെ ഞാൻ മെയിനായിട്ട് സിന്ദൂരം ഇടാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കാറ്. ഇതങ്ങനെ ഞാൻ കുറേ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് ക്രീമൊക്കെ ഒന്ന് തേക്കാം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഇന്നലെ വന്നപ്പോഴായാലും ജീൻസ് ഇട്ടിട്ട് കുറേ നേരം ഇരുന്നിട്ട് നമുക്ക് മേലൊക്കെ ഒന്ന് ഡ്രൈ ആവണ പോലെ തോന്നായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, ചാർജറിൻ്റെ വയറ് ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചു. അതെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഫ്ലൈറ്റിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ചാർജറിൻ്റെ വയറ് ഞാൻ ഇതിനകത്തിട്ടു, പക്ഷേ ചാർജിങ്ങിൻ്റെ അഡാപ്റ്റർ ലഗേജിനകത്ത് കയറ്റി വിട്ടു. ഒരു ദിവസം നമ്മളിവിടെ നിൽക്കുമ്പോൾ മൊബൈൽ ഇല്ലാണ്ട് എന്ത് ചെയ്യും? ഞാനങ്ങ് ടെൻഷൻ അടിച്ചു. ഞങ്ങൾ വെയർ ഹൗസിൽ, അവിടുത്തെ ന്യൂസിലാൻഡിലത്തെ ഒരു കടയുടെ പേരാണ് വെയർ ഹൗസ്, അവിടെ പോയൊക്കെ നോക്കിയപ്പം കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എയർപോർട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, ഇങ്ങനത്തെ ഒരു ചാർജർ. ഇതിപ്പോൾ നമുക്ക് 4 എണ്ണം സെയിം ടൈമിൽ കുത്തിവെക്കാം. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഇതാണ് മലേഷ്യയിൽ ഉപയോഗിക്കുന്നത്. നമ്മളവിടെ ന്യൂസിലാൻഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പല്ലേ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് ഏത് കൺട്രിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഇതിനൊരു ഇൻസ്ട്രക്ഷൻ പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇത് ക്യാരി ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം ഇങ്ങനെ 4 എണ്ണം കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം. അപ്പം നമുക്ക് എവിടെയാണോ നമ്മൾ പോകണേ, അപ്പം നമുക്കത് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. അമ്മേ, അത് ഭയങ്കര ഭാഗ്യമായിരുന്നു. $49. പക്ഷേ കർത്താവേ, ഞാൻ മൊബൈലില്ല, ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് കിട്ടി. വേസ്റ്റാണ്, പൈസയുടെ വേസ്റ്റായിരുന്നു. പക്ഷേ എങ്കിലും കിട്ടിയ കാരണം കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. 4 എണ്ണം വരെ സെയിം ടൈം ഉപയോഗിക്കാം. സി ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, വലുത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്തു, എൻ്റെ എയർപോർട്ട് ചാർജ് ചെയ്തു. അതൊരു ഭാഗ്യം. കയറുന്നില്ല. അങ്ങനെ അത് സെറ്റ്. അപ്പം നമുക്ക് പതുക്കെ ക്രീമൊക്കെ തിട്ടാലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ ആണ്. ആക്ച്വലി എൻ്റെ ഓയിലി സ്കിന്നാണ്. പക്ഷേ നമ്മുടെ വരവ് പെട്ടെന്നുള്ളൊരു വരവായതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ പപ്പയ്ക്കുള്ളതാണ്, കുറച്ച് പപ്പയ്ക്കും മമ്മിക്കും ഹസ്ബൻഡ് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ്. എനിക്ക് മെയിനായിട്ടൊരു അബദ്ധം പറ്റിയത് എന്താണെന്നറിയോ? നിൻ്റെ അമ്മച്ചിക്ക് കിവിയും അവക്കാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂസിലാൻഡിൽ കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുമല്ലോ. ഞാൻ എന്നിട്ട് കുറേ കിവിയും അവക്കാടൊക്കെ വാങ്ങിച്ച് എൻ്റെ പെട്ടിക്കകത്ത് കുത്തി നിറച്ചു. അവിടെ ചെല്ലുമ്പോഴേക്കും അത് പഴുത്ത് ചീഞ്ഞ് എൻ്റെ ഡ്രസ്സുമൊക്കെ ആയി കാണാവൂ. അതൊരു ടെൻഷൻ. എടുത്ത ക്രീം കയ്യിൽ ഡ്രൈ ആയി കേട്ടോ. എൻ്റെ കൈ നല്ല ഡ്രൈ ആണ്. ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോകുന്നപ്പോൾ നമ്മളൊന്നും തേച്ചിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഒരു കോട്ടും കൂടിയും ഇടാട്ടോ. ഭയങ്കര ഡ്രൈ ആട്ടോ, എക്സ്ട്രീം ഡ്രൈ ആയി. ശരിക്കും എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷേ എന്താണെന്നറിയില്ല. പിന്നെ ഇവിടുന്ന് തന്ന സോപ്പും ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ കുളിച്ചത്, അപ്പം അതാണോന്നും കൂടി അറിയില്ല. ഭയങ്കര ഡ്രൈ, എക്സ്ട്രീം ഡ്രൈ. ഇതെൻ്റെ സൺസ്ക്രീൻ കഴിയാറായി. ഞാൻ ഒന്നും എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കിട്ടണില്ല, കഴിഞ്ഞു. ഇനി ഇല്ല കേട്ടോ, സൗണ്ടൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. കുറച്ച് കിട്ടിട്ടോ, മതി. പിന്നെ നമ്മൾ വേറൊന്നിനും വേണ്ടിയിട്ടുള്ള പോണേ. 2 ദിവസം പപ്പയുടെ അടുത്ത് മമ്മിയുടെ അടുത്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ ചിന്ത. പറ്റാണെങ്കിൽ എൻ്റെ പല്ലെടുക്കണം കേട്ടോ. ഇവിടെ ഒരു പല്ലിനെ, നിങ്ങളൊക്കെ പല്ലിൽ കമ്പിട്ട ആൾക്കാരാണോ? പല്ലിൽ കമ്പിട്ട് കഴിഞ്ഞാൽ ഈ 2 പല്ലിൻ്റെ കാര്യം പോക്കാം. അപ്പം അതിനൊരു ഓട്ടയുണ്ട്. ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പം അവർ പറഞ്ഞത് ആ ഓട്ട നെർവിൽ ടച്ച് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ടച്ച് ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ അത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റൂല, നിറയ്ക്കാനാണെങ്കിലും പാടാണ്. അപ്പം ബെറ്റർ അത് എടുത്ത് കളയുന്നതായിരിക്കും അവിടെ നിന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി അത് എടുത്ത് കളഞ്ഞ് മമ്മൂട്ടിയായിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പം ചിരിക്കുമ്പോൾ ഒരു ഓട്ടം ഉണ്ടാവില്ലേ? മമ്മൂട്ടി ഫാൻസ് പ്ലീസ് സോറി, അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല.
ഇങ്ങനെ. അപ്പം മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. സോറി ഒരു മിനിറ്റ്, എനിക്ക് നല്ല രീതിയിൽ പുരികം ഇല്ല. അപ്പം ഞാൻ എപ്പോഴും പുരികം ഒന്ന് വരച്ചു കൊടുക്കാറുണ്ട്.